അനുഗ്രഹിക്കണം അമ്മേ. ശരി മോനെ, ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. മോനെ, നീ 2 ദിവസത്തേക്ക് ഒരിടത്തും പോവല്ലേ. നിന്നെ കണ്ട് കൊതി പോലും തീർന്നില്ല അമ്മയ്ക്ക്. എന്റെ അമ്മേ, ഇനി എന്റെ അമ്മയ്ക്ക് എന്നെ കാത്തിരിക്കേണ്ടിയേ വരില്ല. ഗവൺമെന്റ് ഹെലികോപ്റ്ററിൽ ഞാൻ എന്റെ അമ്മയെ കൂടെ തന്നെ കൊണ്ടുപോകില്ലേ. ഏത് കാര്യത്തിനാണോ ഞാൻ എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോയത്, അക്കാര്യം നേടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി അമ്മയുടെ മകൻ ബിസിനസിനൊപ്പം രാഷ്ട്രീയത്തിനും കൂടെ ഒന്ന് തിളങ്ങാൻ പോവാ. ഇനി നഗരത്തിൽ എവിടെ നോക്കിയാലും ഗുലാബ് സിംഗ് സിന്ദാബാദ്, ഗുലാബ് സിംഗ് സിന്ദാബാദ് എന്ന് കേൾക്കാം. രാമ 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 രാമ, നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഇതെങ്ങനെ സംഭവിച്ചു മോനെ? എന്റെ മോള് കാരണം. മോളോ? പാർട്ടി അധ്യക്ഷന്റെ മോന് നമ്മുടെ മോളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരെനിക്ക് പാർട്ടിയുടെ ടിക്കറ്റ് തരാമെന്ന് വാക്ക് തന്നു. അപ്പൊ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഇഷ്ട കാരണം ഞാനും പാർട്ടിയിൽ തിളങ്ങാൻ പോവാ. അച്ഛൻ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ ബിസിനസിനും സ്റ്റാറ്റസിനും രണ്ടിനും ഉപകരിക്കും. അല്ല പിന്നെ നമ്മുടെ ഇഷ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവള് കുറച്ചു മുന്നേ കോളേജിലേക്ക് പോയതേ ഉള്ളൂ. ഇന്ന് അവളുടെ നാടകമുണ്ട്. ഓ, അത് ശരി. ആ പിന്നെ കേട്ടോ അമ്മേ, നാളെ പയ്യന്റെ വീട്ടുകാർ ഇഷയെ കാണാനായിട്ട് വരുവാ. അവളെ സുന്ദരിയായിട്ട് ഒരുക്കി നിർത്തേണ്ട ചുമതല അമ്മയ്ക്കുള്ളതാ. ചെറുക്കന്റെ വീട്ടുകാർ നല്ല പ്രൗഢിയുള്ളവരാ. പക്ഷെ നമ്മുടെ മകളെ കാണാൻ റാണിയെ പോലെ ഇരിക്കണം. നാളെ തന്നെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുന്ന വിധം ഞാൻ അവളെ നല്ലതായിട്ട് ഒരുക്കി തന്നെ നിർത്തും. നോക്കിക്കോ.